ഞാൻ പി വർഗീസ്. ഞാൻ ഈ പ്രാവശ്യത്തെ മാരത്തോണിൽ ഋതുലേൻ്റെ പേരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഡെങ്കു വന്നിട്ട് മാറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ആ സമയത്ത് 5 മണി തൊട്ട് 5:30 വരെയായിരുന്നു. എനിക്ക് ആ നേരത്ത് അങ്ങനെ ബൈബിൾ റീഡിങ് എഴുന്നേൽക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനത് എന്താ ചെയ്യുക എന്ന് വിചാരിച്ചു സാരമില്ല, തമ്പുരാൻ ഒരുക്കുകയാണെങ്കിൽ വായിക്കാം എന്നങ്ങനെ വിചാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഡെങ്കു ആയിട്ട് ഞാൻ മാറി വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മൃദുലേൻ്റെ ഇത് മാറ്റി തന്നു, അടുത്ത പ്രാവശ്യത്തെ റീഡിങ്ങിലിടാം എന്നെ എന്ന് പറഞ്ഞുള്ളത്. എന്നാലും പക്ഷേ എനിക്ക് ബൈബിൾ റീഡിങ്ങിൽ കയറാൻ പറ്റണില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ കൂടെയാണ് കയറാറ്. അപ്പോൾ ചേട്ടൻ പോണേക്കാട്ടും മുന്നേ ഞാൻ ഫോൺ ഇത് ഓണാക്കി ഞാനങ്ങനെ കേൾക്കാറുണ്ട്. ഞാനില്ല എന്ന് വെച്ചാലും എനിക്ക് ബൈബിൾ റീഡിങ് കേൾക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ സൗകര്യം പോലെ ഞാനത് തുറന്ന് ബൈബിൾ റീഡിങ് അങ്ങനെ ശ്രദ്ധിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കാറുണ്ടായിരുന്നു. എനിക്ക് അവസാനത്തെ ആശീർവാദം കിട്ടുന്നതിൻ്റെ ഉള്ളിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കും എന്നാണ് ഇത് അവസാനിക്കണമെന്നും ഞാനതും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ 8 മണിക്കാണ് എന്നുള്ളത് മൃദുലയുടെ വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ 8 മണിയാണെങ്കിൽ എനിക്ക് പറ്റില്ല, ചേട്ടൻ 8 മണിക്ക് പോകും. അപ്പോൾ എനിക്ക് അതിന് കയറാൻ പറ്റില്ല എന്ന് എനിക്ക് തീരുമാനമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും റോസറി ഉണ്ടല്ലോ, അപ്പോൾ റോസറിയിൽ കൂടാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്കേനെ റോസറിയിൽ കയറാൻ നിന്നു. റോസറിയിൽ കയറി നമ്മൾ പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ അച്ഛൻ 7:45 വന്നു. എന്നാലും എനിക്ക് പ്രതീക്ഷയില്ല, കാരണം എൻ്റെ മോള് ബാംഗ്ലൂരിൽ നിന്ന് അവൾ എന്നെ വിളിക്കുന്ന സമയമാണ്. അവൾ സ്കൂളിലേക്ക് പോകുന്ന ടീച്ചറാണ്. അപ്പോൾ അവൾ സ്കൂളിൽ പോകുന്ന വഴിയിൽ എന്നെ വിളിച്ച് സംസാരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് വിളിച്ചാൽ ആ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ദൈവമേ, എനിക്ക് ആശീർവാദം കിട്ടില്ലേ ഇങ്ങനെ ഉള്ളിൽ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ട് താനും. പക്ഷേ മോളെന്നെ വിളിച്ചില്ല. അച്ഛൻ്റെ ആശീർവാദമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമാണ് മോളെന്നെ വിളിച്ചത്. അപ്പോൾ എനിക്ക് അച്ഛൻ്റെ ആശീർവാദം എനിക്ക് കിട്ടി. എനിക്കത് ഭയങ്കര സന്തോഷം. എനിക്കറിയില്ല, എൻ്റെ ഉള്ളിലെ ഒരു പ്രത്യേക ആനന്ദം നിറഞ്ഞു. പ്രതീക്ഷിക്കാത്ത സാധനം നമുക്ക് തമ്പുരാൻ തരുമ്പോഴുണ്ടല്ലോ, നമുക്കറിയത്തില്ല ആ ഒരു സന്തോഷം എന്താണെന്നുള്ളത്. ഒത്തിരി നന്ദി യേശുവേ, സ്തോത്രം, മഹത്വം, ആരാധന എല്ലാവർക്കും.